തപശീലനീ തപശീലനീ തമസിൽ ഉണരുമോ ഹിമശീലനീ തപശീലനീ തമസിൽ ഉണരുമോ. മണ്ടോ മണ്ടോ ഈ പെണ്ണിത് എവിടെ പോയി കിടക്കാത്? സത്യശീല സത്യശീല മണ്ടു എവിടെ ഈ കുരുത്തം കെട്ടൊച്ച പോയി കിടക്കണത്? ഒരാവശ്യത്തിന് മണ്ടോ മണ്ടോ സത്യശീല സത്യശീല ഇതാ വരുന്ന എന്താണ്? ഒരു മനുഷ്യൻ ചത്തപ്പെടെ അറിയോടാ? എന്ത്? എത്ര നേരം തൊണ്ട പൊട്ടി കാല് വിളിക്കണോ? ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാ എന്താ കാര്യം? എന്താ? ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിട്ട് എത്ര നേരമായി ഞാനിവിടെ അലറി വിളിച്ചോണ്ടിരിക്കണു. വെള്ളത്തിന് അപ്പൊ 24 മണിക്കൂർ ഫോണിന്റെ മുമ്പിലാണ്. ഒരു മനുഷ്യൻ ചത്താലും അറിയില്ല. അതെ, ഇങ്ങനെ ഉറക്കം പറഞ്ഞിട്ട് കാര്യമില്ല, കേക്കില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാല് പൊളിക്കല്. എന്നിട്ടും ഇവിടെ ആളെ കിട്ടണില്ല. അപ്പൊ എന്തിനാ കാരണത്? എടാ വെള്ളം സമയത്തിന് കിട്ടണ്ടേ? മണ്ടു മണ്ടോ 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 അച്ഛനാ വിളിക്കുന്നു. അച്ഛൻ എന്താ അവിടെ തന്നെ നിൽക്കുള്ളൂ? ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാനാ പറയും. എന്താണ്? വെള്ളം വേണം. വെള്ളം വെള്ളം മേശപ്പുറത്തിരിക്കണ്ട്. വെള്ളം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ മേശപ്പുറത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിവിടെ വെച്ചിട്ടുണ്ട് അച്ഛാന്നൊന്ന് പറഞ്ഞാ ഈ വെള്ളം എന്നോട് സംസാരിക്കോ? അപ്പൊ അത് പറഞ്ഞോളൂ നിനക്ക്. ഏട്ടാ വലിയ കുടല്, അതില് നിറച്ച് വെള്ളണ്ട്. കണ്ടോടാ, വലിയ കുടത്തിലുണ്ട്. വലിയ കുടത്തിൽ എന്തിനാടാ വെള്ളം? കുടിക്കാൻ എനിക്കൊരു കപ്പ് വെള്ളം പോരെ? മതി. ഈ കുടത്തിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് ഇരിക്കാന്ന് എനിക്കറിയോ? ഇവർക്ക് എന്താ ഇവിടെ പണി? ഇവർക്ക് സമയത്തിന് വന്നിട്ട് വെള്ളം എടുത്ത് തന്നെ എന്താ? അതെ, അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്ക്. ഒരു കപ്പ് വെള്ളം വേണ്ടു. ഇങ്ങോട്ട് വന്നേ. ഏട്ടാ കപ്പ് അതിന്റെ അടുത്ത് തന്നെ വെച്ചിണ്ട്. കപ്പ് അടുത്തുണ്ട്. കപ്പുണ്ട് അവിടെ. എടാ കപ്പുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാ താമസിക്കണമെങ്കിൽ ഞാൻ വെള്ളം എടുത്ത് കുടിക്കും. ഇത് നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് എന്താ പണി? സമയത്തിന് വെള്ളം എടുത്ത് തന്നാ എന്താ? വെള്ളം ഞാൻ കൊണ്ടുവരാം. കൊടുക്കാന്ന് വെച്ചാൽ കുടിക്കോ? നീ കൊണ്ടുവരണ്ട, അവളോട് കൊണ്ടുവരാൻ പറ. നീ കൊണ്ടുവരണേ. പിന്നല്ലാണ്ട് ഇന്ന് മറ്റേ പ്രഷറിന്റെ ഗുളി കഴിച്ചിട്ടില്ല അല്ലേ? എടാ അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ വെള്ളം ചോദിച്ചേ? പ്രഷറിന്റെ ഗുളി കഴിക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം വന്ന് എടുത്തു കൊടുത്തോളൂ നിനക്ക്. വെള്ളം എടുത്തു കൊടുക്കുന്നു. ഗുളി കഴിച്ചിട്ടില്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇതൊന്നും കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ല. ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഒപ്പം ഇങ്ങനെ അഭിനയിക്കല്. അച്ഛന് ഞാൻ ഇപ്പൊ വെള്ളം തരാം. ഏട്ടാ ഞാൻ ഇന്ന് ഈ പൂവൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്ത് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ വരുമ്പോ. ഞാൻ അന്നേ പറഞ്ഞതാ പെണ്ണിനെ കെട്ടണ്ട. എന്ത് പനി കുഴപ്പം? എടാ ഈ നാടകം ബാലൊക്കെ കളിച്ച് നടക്കണം കുട്ടികൾ വല്ല ട്രൂപ്പിലും പോയി കളിക്കണം. കുടുംബത്ത് വന്ന് കയറിയ ഈ വക തെമ്മാരത്തിനൊന്നും പറ്റില്ല. എന്റെ അച്ഛ, ഇത് നാടകവും ട്രൂപ്പൊന്നുമല്ല. ഇത് മറ്റേ ഈ എന്താ റീൽസ് ആണ്. എടാ റീൽസ് പറഞ്ഞാൽ ഇത് നാട്ടുകാർ കാണില്ലേ? കാണും. കണ്ടു കഴിഞ്ഞിട്ട് കൈവിട്ട് പോയിട്ട് അവസാനം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് പറഞ്ഞു നോക്കൊക്കെ ചെയ്തു. പറഞ്ഞത് കേക്കണ്ട അച്ഛാ. എടാ കേക്കണ്ടേ പറഞ്ഞാൽ രണ്ടങ്ങോട്ട് കൊടുക്കണം. അന്റെ അമ്മയൊക്കെ എന്റെ എത്ര വാങ്ങിയിരിക്കണു? അതൊന്നും ഇപ്പൊ നടക്കില്ല അച്ഛാ. ഇപ്പൊ അടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ജയിലിൽ പോണ്ടി വരും. ഈ അവള് പറയണ കേട്ട അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്നട അപ്പൊ എങ്കോന്താ കൈവിട്ട് പോയിട്ട് അച്ഛൻ പറഞ്ഞത് അന്ന് ഇങ്ങനെ ആയാലോ എന്ന് കുറച്ച് ദുഃഖിക്കാതിരുന്ന അണക്കല്ലേ? എന്തോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാത്ത താമസം അവിടെ വെച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല തോന്നുന്നുണ്ട്. നോണ പറഞ്ഞതാണേ. കെന്റി പോയി കോരനേ ഉണ്ടാവുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ പിറ്റേക്കിനൊക്കെ. മണ്ടോ അവിടെ അകത്തിരുന്ന് കലകളി കളിക്കണ്ടാവും. ഇപ്പൊ ഈ പോയോക്ക് വെള്ളം പിന്നാലെ പോയോക്ക് വെള്ളം കൊണ്ടിരുന്നാവും. കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത സാധനങ്ങള് ഇവിടെ യോഗം. ഇതോ അച്ഛൻ പറഞ്ഞോ. പാപ്പ നിങ്ങൾ എന്ത് പണിയാണ് പാപ്പ നിങ്ങൾ കാണിച്ചത്? എന്താണ്? അഷ്റഫിന്റെ പാപ്പ മരിച്ച ഫോട്ടോ ഗ്രൂപ്പിൽ വന്നപ്പോ അതിന്റെ താഴെ മോജി എന്താണ്? മരിച്ചതിന്റെ താഴെ എന്താ? മരിച്ചത് കേൾക്കുമ്പോ മനുഷ്യന്മാർക്ക് സങ്കടം ഉണ്ടാവൂലേ? അപ്പൊ ഞാൻ ഒരു കരയണ മറ്റേ അതിട്ട് ചിഹ്നം കരയണ മോജി ഞങ്ങൾ ഇട്ട് അത് ചിരിക്കണ മോജിയാണ് പാപ്പ. നിങ്ങൾ ശരിക്കും എടുത്ത് നോക്കി നിങ്ങള്. ഞാൻ ഇട്ടതോ? എന്ത് പറഞ്ഞ ഇട്ടതിന് ശേഷം ഇത് മാറുമോ? ചിരി വരുമോ? എന്തൊക്കെ കാണിക്കണം നിങ്ങളിത്? അതിന് പുറമെ നിങ്ങൾ വിക്ടറി എന്നുള്ള ബി എന്നുള്ള സാധനം ഇട്ടിക്കണ്, ലവിന്റെ ചിഹ്നം ഇട്ടിക്കണ്. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കാട്ടിക്കൂട്ടണത്? ഞാൻ നോക്കട്ടെ കട്ട് ചെയ്താ എന്താ ഈ പറയണ?
ഹാലാക്ക് ഇത് ഇപ്പൊ ഏത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് അയച്ചെന്ന് പെടുത്തല്ലോ. ഉണ്ണേട്ട പാവല്ല മോളെ, ഒരു മെസ്സേജും തിരിച്ചിരിക്ക് തന്നൂടെ എനക്ക്? എത്ര സമയം ഇതിന് ഞാൻ ഫോളോ ചെയ്യുന്നു. നീട്ട ചളിക്കല്ല ഞാൻ എത്ര കമന്റാ ഒരു മനുഷ്യൻ കമന്റ് ചെയ്യുക. ഞാൻ നിനക്കിടുന്നു നിനക്ക് വേണ്ടി മാത്രം. നിന്റെ തല്ലിപ്പൊളി പാട്ടിന് എല്ലിട്ടില്ല ഉണ്ണേട്ട ഒരു മെസ്സേജർ. ചേട്ടാ തിരക്കാണല്ലോ ഇന്ന്. ആ നടക്കട്ടെ. എന്തുകൊണ്ട് ഒരു വിഷമം പോലെ? എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? ഈ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകനെ തേടി വന്നു. ഓ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. എപ്പോഴും പത്രത്തിൽ ടി-വിയിൽ ഇതല്ലടാ വാർത്ത. എന്താ ആരെങ്കിലും വന്നാ നിനക്ക്? ഈ പെണ്ണുങ്ങൾ എവിടെ ഇല്ലത്? എന്താ അങ്ങനെ ചോദിക്കണ? എടാ ഞാൻ എന്റെ സ്വന്തം അക്കൗണ്ട് കിടക്കാം ഒരു 15 FB കിടക്കാം. ഇനി ഒരു പെണ്ണ്, ഒറ്റ പെണ്ണ്, ഒരു മെസ്സേജ് ഉണ്ണേട്ടാ ഒന്ന് പോലില്ലടാ. എടാ അതിപ്പോ വെറുതെ അങ്ങാട് നീ എന്തേലും പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങാട് മെസ്സേജ് ഇടൂല. അവരെ മനസ്സിലാക്കി, അവരുടെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളോട് ഇഷ്ടം തോന്നണ. എടാ ഞാനേ മെസ്സഞ്ചറിൽ പോവും, എന്നിട്ട് ഒരു ഹായ് കൊടുക്കും. അപ്പൊ ഞരമ്പ് രോഗിന്ന്. എടാ ഞരമ്പുണ്ട് എനക്ക്, രോഗമില്ല. ഇങ്ങനെ പറയാം, നമ്മൾ ഈ രാത്രിയൊക്കെ 12 മണിക്കൊക്കെ ഈ പച്ച കത്തിക്കിടക്കണവര് ഉറങ്ങിയിട്ടില്ല എന്ന് കരുതിട്ട് നമ്മ മെസ്സേജ് വിടുവല്ല. അല്ല കൊടുത്താ എടാ ഞാൻ ഉറങ്ങില്ലടാ. ഏതെങ്കിലും ഒന്ന് വന്ന് പെണ്ണിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എവിടെ എന്നൊന്ന് കാണിച്ച ആരെയാണ് നീ ചാറ്റ് ചെയ്യണമെന്ന് നോക്കണമല്ലോ. ഇവിടെ എനിക്ക് ഇൻസ്റ്റ ഉണ്ട്, FB ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാം സെർച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ആരെയാണ് നീ എനിക്ക് ലാസ്റ്റ് എന്താ ഒന്നുമില്ലടാ. മണ്ടു സത്യശീലിന്റെ വൈഫല്ലേ? അവള് എന്താണ്ടൊക്കെ കാണിക്കണ്ടല്ലോ എപ്പോഴും. റീൽസ് ഒക്കെ ഇടണ്ടല്ലോ. ഒന്ന് വെച്ചത് പ്ലേ ചെയ്ത് ഒന്ന് പ്ലേ ചെയ്യടാ, അത് കാണട്ടെ. നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയാൻ ഹിമശിലനീ തപശിലനീ തമസിൽ അടിപൊളിയായിട്ടുണ്ടല്ലോ. നീ ഇപ്പൊ ലൈക്ക് മാത്രമല്ലേ കൊടുത്തുള്ളൂ, പിന്നെന്തുകൊണ്ട്? അപ്പൊ അവര് മൈൻഡ് ചെയ്യില്ല. അത് കാണുന്നവരൊക്കെ കൊടുക്കണ സാധനം. നീ ഒരു പണിയായി, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്. കൊടുക്കുന്നുണ്ടാ എഴുത് നീ സൂപ്പർ. ആ ചെല്ലട്ടെ അങ്ങോട്ട്. ആ നോക്കിയിട്ടുണ്ടാ, നോക്കിയിട്ടുണ്ട് അവള്, നോക്കിയിട്ടുണ്ട്. കാര്യമില്ലടാ. ദേ വന്നടാ, ദേ വന്നല്ല, നോക്കടാ, ദേ ലവ് ചിഹ്നം വന്നേക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെറുതെ തമ്പൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നമ്മള് സംസാരിക്കണം അവരോട്, അപ്പോഴേ അടുപ്പം വരുള്ളൂ. ലവ് എടാ ഇത് ചില്ലറയല്ലട്ടാ, ഹൃദയം ഇങ്ങനെ തുടിക്കണണ്ട. കണ്ട ഇതാണെങ്കിട്ടുണ്ട്. നീയും വിട്, നീയും വിടടാ. കല്യാണം കഴിഞ്ഞാണ്. അതിലെന്താ, അതല്ലേ സൗകര്യം. ഏതാ കല്യാണം കഴിഞ്ഞവര് ഇതുമ്മയൊക്കെ തൂങ്ങുള്ളൂ. പുതിയ പിള്ളേരൊന്നും അങ്ങനെ തൂങ്ങൂല. എനക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നീ ഒരു ലവ് അങ്ങോട്ട് വിട്ടേ, വിട്ടോന്ന് ചെല്ലട്ടെ അങ്ങോട്ട് പോട്ടെ. പോരും നോക്കിക്കോ. അല്ല അവള് കണ്ടിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ. എടാ തമ്പ് മാത്രം ഇടരുത്, സംസാരിക്കണം അവരോട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ സത്യേട്ടൻ ഒരു പ്രശ്നമില്ല. സത്യേട്ടനൊന്നും പോരാ, ഒരു അസംതൃപ്തി ഉണ്ട്. പിന്നെ അവളെക്കാനെ 5-10 വയസ്സിന് മൂത്തതാണ് ഇയാള്. ഒരു മൊരടൻ. നീയാണ് പയ്യനല്ലേ. അപ്പൊ നീ ഇനി ഒരു കാര്യം കൂടി നീ ചെയ്യണം. ഇവളെപ്പ റീലിട്ടാലും സൂപ്പർന്ന് എഴുതിയിട്ട് ലവ് ചിഹ്നം അങ്ങാട് ഇടണം. എല്ലാ റീലിനും എല്ലാ സമയത്തും തിരിച്ച് ഇങ്ങാട് ലവ് ചിഹ്നോണ് വരണമെങ്കിൽ നീ ഉറപ്പിച്ചോ, മണ്ടു നിനക്കുള്ളതാണ്.
ഞാൻ ഇടക്കിടക്ക് ഇട്ടോളാം. ഉണ്ണിമോനെ ഇത് ചെറിയ കളിയല്ലട്ടാ, ഇത് ചെറിയ കളിയല്ല. ആരോടും അവൾ അങ്ങനെ ചെയ്യാത്ത ആളാണ്. അപ്പൊ നീ അത് കൃത്യമായിട്ട് മെസ്സേജ് മാത്രമല്ല നേരിട്ട് കണ്ട് സംസാരിക്കാനും നീ ശ്രമിക്കണം. എന്റെ പൊന്നു നല്ല കഴിവുള്ളവളാണ് അവള്. ആയിക്കോട്ടെ, നേരിട്ട് കാണാം. നേരിട്ട് കണ്ട് സംസാരിച്ചോ, മെസ്സേജും വിട്ടോ, ഒരു കുഴപ്പമില്ല. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാറിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ. കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാറിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ. എന്തേ? പോവാ? എങ്ങോട്ട് പോവാ? എന്താ അവിടെ നിൽക്കണ? അകത്തേക്ക് വാ. പോവാണോ? എങ്ങോട്ട് പോവാ? പോവാണോ? ശരിയേ. ജോലിക്ക് പോവാ? ഉണ്ണി. ഉണ്ണിയല്ലേ? അതൊക്കെ മനസ്സിലായി. എന്താണ് എന്താണ്? ആരാടാ അത്? അതാരാതാ ഗേറ്റിന്റെ അവിടെ? അതാരെങ്കിലും വഴി കൂടെ പോണവരല്ലേ? എടാ, പെണ്ണായിട്ട് കുറെ നേരമായിട്ട് കുറുകിക്കൊണ്ടിരിക്കടാ. ആരാത്? എന്റെ പെണ്ണിനെ പറഞ്ഞാൽ മതി, വേണ്ടാത്ത പണിക്ക് നിക്കണ്ട പറഞ്ഞല്ലേ. എന്ത് വർത്തനം? അവന്റെ പോങ്ങ തൂക്കടാ, തൂക്കി. അയ്യയ്യയ്യേ, ഇങ്ങനൊരു പോങ്ങൻ. വേഗം എടുക്കണ്ട, പോവാ. ബാഗില്ലേ? ബാഗ് വേണോ? അതാണോ വന്നേ? എന്താണ്? എന്തിനാ വന്നത്? ഇത് മറ്റേ ഉണ്ണിയല്ലേ? പോയി പിടിക്കടാ. എന്താ അറിയില്ല. ആരാടിയത്? ആരാതെന്ന് ഇവിടെ നിന്ന് സ്ഥലം കഴിഞ്ഞിട്ടാണോ റോഡ് സൈഡിൽ നിന്നുള്ള എന്റെ കഥകളി കേറി വഴികള്? എന്താ എന്റെ ഉദ്ദേശം? എന്താ? ഈ വഴിയിൽ പോണവരോടൊക്കെ സംസാരിക്കാൻ നീ ആരാവൻ? അതുണ്ണി. അപ്പൊ അവന്റെ പേരും അറിയോ എനിക്ക്? അത് ഇവിടെ ഇവിടെ ഉള്ളതല്ലേ? എടി, ഈ വീട്ടിന്റെ അകത്ത് ഇരിക്കണം നീ എങ്ങനെ ഈ അവിടെ ഇവിടെ ഉള്ളവരെ അറിയണേ? അല്ല, എന്തിനിപ്പ ഏട്ട ഓടിയത്? അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ. മണ്ടോദരുടെ അടുത്ത് എന്തോ അങ്ങനെ ചോദിച്ചു നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അവളോടും ചോദിച്ചത് എന്താന്ന്. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. എന്നോട് കണ്ടപ്പോ നേരെ ഓടി. അതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അതുവരെ എത്തിപ്പോ കാര്യങ്ങള്. അല്ല സത്യ, ഇക്ക എന്നോടൊരു കാര്യം പറയാനുണ്ട്.
കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട പെണ്ണുങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാൻ ഓരോന്ന് അവിടെ നിൽക്ക് അങ്ങോട്ട് വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാൽ മതി. ഞാനിപ്പോ ഈ ഇതില് ഈ വാട്സപ്പില് ഞാനിങ്ങനെ എപ്പോഴും കുത്തിരിക്കലുണ്ട്. ഓരോന്നൊക്കെ നോക്കിയിട്ട് ആൾക്കാർക്ക് ഇപ്പോ ഈ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കലുണ്ടല്ലോ. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ ഇന്നലെ രാത്രിയില് ഇത് അയക്കണ സമയത്ത് മണ്ടോതിരിയുടെ പീഡിയയില് ലേറ്റ് കത്തി കിടക്കണ്ട്. അല്ല എന്ന് പറഞ്ഞാല് ഓളുടെ വാട്സപ്പില് ഇങ്ങനെ ഉണ്ട്, ഓളുണ്ട് നിനക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു സന്തോഷത്തിന് എന്റെ ഒരു മര്യാദക്ക് ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ച്. അപ്പൊ ഞാൻ ഈ ഗുഡ് നൈറ്റ് അങ്ങോട്ട് അയച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരെ എടുത്തില്ല, ഉടനെ ഉണ്ട് ഓള് എനിക്ക് ഇങ്ങട് മറ്റേ സാധനം ഇങ്ങോട്ട് അയച്ച്. മറ്റേ ഇതുണ്ടല്ലോ ഈ പ്രേമത്തി മൊഹബത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഈ ആലിലെ മരത്ത് ഇങ്ങനെ ഇങ്ങനെ ആവണ ഒരു സാധനല്ലോടോ ചുമന്നിട്ട്, അതുണ്ട് എനിക്ക് അയച്ചേക്കണേ. ഈ ഒന്ന് ആലോചിച്ചോക്ക്, സത്യ സംഗതിക്ക് സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാന് ചെറുപ്പന്മാർക്ക് തന്നെയാണ്, പക്ഷെ 10-25 വയസ്സായ ഒരാളല്ലേ ഞാന്. എനിക്കുള്ളത് അങ്ങനെ അയക്കാ പറഞ്ഞ ആർക്കൊക്കെ ഇപ്പൊ ഇത് അയക്കുണ്ടാവും. അല്ല ഞാൻ എന്നോട് വിഷമിക്കാൻ പറയല്ല, അത് ശ്രദ്ധിക്കണം. ഞാൻ അത് പറയണ്ട വിചാരിച്ചാണ്. അപ്പോഴാണ് ഇപ്പൊ ഗേറ്റിന്റെ അവിടുന്ന് ഓന്റെ ഓട്ടം. ഇത് കണ്ട പിന്നെ എനിക്ക് എന്റെ അടുത്തേക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്നും നിയന്ത്രിക്കണം. ഓളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഇല്ല അച്ഛാ, ഈ ഗേറ്റിന്റെ അവിടെ ഇനി ആൾക്കാർ കൂടും. ഇതൊന്നും നമ്മുടെ കുടുംബത്തിക്ക് ചേർന്നല്ല. അങ്ങനെ പല ജാതി ആൾക്കാരുണ്ടാവും, അത് നമ്മുടെ കുടുംബത്ത് വേണ്ട. നമ്മുടെ കുടുംബത്തിന്റെ മാന്യതക്കും മര്യാദക്കും അനുസരിച്ച് കിട്ടിയില്ലേ? അപ്പൊ നീ എന്തിനു പോയതാണ്? എന്താടാ ഒരാളെ പിടിക്കാഞ്ഞ്?